അറബി അക്ഷരമാലയിലെ രണ്ടാമത്തെ അക്ഷരമായ ബാ എന്ന അക്ഷരത്തെക്കുറിച്ചാണ് അവസാനത്തെ വീഡിയോയിൽ നാം പഠിച്ചു വച്ചത്. അതിൻ്റെ ഉച്ചാരണങ്ങൾ നാം പഠിച്ചിട്ടില്ല, അക്ഷരം പരിചയപ്പെട്ടു എന്ന് മാത്രം. ആ അക്ഷരത്തിന് അടിയിൽ ഒരു പുള്ളി ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൻ്റെ ഉച്ചാരണം പഠിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാം. അത് ഇതാണ്: അറബി അക്ഷരമാലയിലെ ഏതക്ഷരമാവട്ടെ, അതിൻ്റെ മുകളിൽ ഫതഹ് ഇട്ട് കഴിഞ്ഞാൽ ആ അക്ഷരം ആകാരത്തിലാണ് വായിക്കുക, ആകാര ശബ്ദത്തിൽ അതിനെ വായിക്കപ്പെടും. അതേപോലെ അതിൻ്റെ അടിയിൽ കസ്ർ ഇട്ടുകഴിഞ്ഞാൽ അതിനെ ഈകാര ശബ്ദത്തിൽ വായിക്കും. അതേപോലെ തന്നെയാണ് അതിൻ്റെ മുകളിൽ ലൊമ്മ് ഇട്ടുകഴിഞ്ഞാൽ ഊകാര ശബ്ദത്തിലും അതിനെ വായിക്കപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ബാ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഫതഹ് ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ആകാര ശബ്ദമായ ബ എന്നാണ് വായിക്കുക. അതിൻ്റെ അടിയിൽ കെസിർ ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഈകാര ശബ്ദമായ ബി എന്നാണ് വായിക്കുക. ബാഇൻ്റെ മുകളിൽ ലൊമ്മ് ഇട്ടുകഴിഞ്ഞാൽ ബാഇൻ്റെ ഊകാര ശബ്ദമായ ബു എന്നാണ് വായിക്കുക. ഇതേ പ്രകാരം ഓരോ അക്ഷരവും ഫതഹ്, കസ്ർ, ലൊമ്മ് എന്നിവ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റേതായ ശബ്ദത്തിൽ അതിനെ വായിക്കപ്പെടുമെന്ന് മനസ്സിലാക്കാം. ആ, ഇ, ഉ, ബാ, ബ, ബി, ബു.